മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. എം.ആർ. അജിത് കുമാറിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും കനത്ത തിരിച്ചടി നേരിടുകയാണ്. സസ്പെൻഷൻ ചെയ്തിട്ടുള്ള ആ ഉത്തരവിന് സ്റ്റേ ഇല്ല. അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ല എന്നും അജിത് കുമാറിന് പറയാനുള്ളത് കേട്ട ശേഷമെന്ന് നടപടിയെന്നും സർക്കാർ വ്യക്തമാക്കി. നാളെ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ADGP എം.ആർ. അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് എത്തിയത്. തന്നേക്കാൾ ജൂനിയറായ ഉദ്യോഗസ്ഥനെ DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്റെ സസ്പെൻഷൻ അടിയന്തരമായി സ്റ്റേ ചെയ്യണം. ഇതായിരുന്നു എം.ആർ. അജിത് കുമാറിന്റെ ആവശ്യം. സ്റ്റേ ആവശ്യത്തിനായി ഏതാണ്ട് 2.5 മണിക്കൂറിലേറെ നീണ്ട വാദമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷക ഇന്ന് CATക്ക് മുന്നിൽ നടത്തിയത്. SIT റിപ്പോർട്ടിലെ പോരായ്മകളുണ്ട്, അതോടൊപ്പം തന്നെ തന്റെ സസ്പെൻഷൻ ഉത്തരവ് നിയമവിരുദ്ധമാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് എം.ആർ. അജിത് കുമാർ ഈ ട്രൈബ്യൂണലിന് മുൻപാകെ ഉയർത്തിയത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് തന്നെ സസ്പെൻഷൻ നടത്തണമെങ്കിൽ അതിന്റെ ഉത്തരവിറക്കേണ്ടത്. ഇവിടെ ഗവർണർക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് നിയമവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ SIT അവരെ ഏൽപ്പിച്ച ജോലിയല്ല ചെയ്തിരിക്കുന്നത്. അവരെ ഏൽപ്പിച്ചത് ആലപ്പുഴയിലെ കേസിന്റെ തുടരന്വേഷണത്തിനാണ്. പക്ഷേ അവർ ആ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ താൻ ആ കേസ് അട്ടിമറിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. അന്വേഷണം പൂർത്തീകരിക്കാതെ എങ്ങനെയാണ് അവർക്ക് താൻ കേസ് അട്ടിമറിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുക എന്നതായിരുന്നു എം.ആർ. അജിത് കുമാർ പ്രധാനമായും CATക്ക് മുന്നിൽ നിരത്തിയ വാദങ്ങൾ. അതായത് ഈ കേസിന്റെ ആഴത്തിലേക്ക് കടന്നുകൊണ്ട് അതിന്റെ കാതലായ ഭാഗങ്ങളിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഒരു സസ്പെൻഷൻ ഉത്തരവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് എം.ആർ. അജിത് കുമാർ മുന്നോട്ട് പോയത്. പക്ഷേ സംസ്ഥാന സർക്കാർ എം.ആർ. അജിത് കുമാറിന്റെ വാദങ്ങളെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. സ്റ്റേറ്റ് അറ്റോർണി അനൂപ് വി നായർ പ്രധാനമായും CAT മുമ്പാകെ ചൂണ്ടിക്കാണിച്ചത് എം.ആർ. അജിത് കുമാർ DGP ആകാൻ യോഗ്യനായ ആളല്ല. ഒരു കേസ് അട്ടിമറിച്ച വ്യക്തിയാണ്. ആ അട്ടിമറിയിലൂടെ ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. ഒരിക്കലും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് നീതീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവ് നിലനിൽക്കും. എം.ആർ. അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ യാതൊരുവിധ നിയമപരമായ തെറ്റുകളുമില്ല. അതോടൊപ്പം തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊന്നും വരാനിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എം.ആർ. അജിത് കുമാർ ഇതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കേണ്ടതില്ല എന്നതാണ് സർക്കാർ ഇന്ന് CAT മുൻപാകെ പ്രധാനമായും വാദിച്ചത്. ആ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എം.ആർ. അജിത് കുമാറിന്റെ ഹർജിയിൽ അടിയന്തര ഇടപെടൽ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് 20 കേസ് മാറ്റിവെച്ചതോടെ സർക്കാരിന് മതിയായ സമയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.